ഈ 24-25 ശബരിമല സീസൺ ആയിട്ട് ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മിനിസ്റ്ററും CMD അതുപോലെ ജില്ലാ കളക്ടർ ഉൾപ്പെടെ ഒരു യോഗം 6-ാം തീയതി 6/11/24 പമ്പയിൽ വെച്ച് ചേരുകയുണ്ടായി. ആ മീറ്റിങ്ങിന് ശേഷം ബഹുമാനപ്പെട്ട CMDയും അതുപോലെ തന്നെ മിനിസ്റ്ററും പമ്പ യൂണിറ്റ്, നിലയ്ക്കൽ നമ്മുടെ ജീവനക്കാരുടെ റെസ്റ്റ് റൂം യൂണിറ്റുകളൊക്കെ സന്ദർശിച്ചു. അപ്പോൾ സന്ദർശിച്ച വേളയിൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ജീവനക്കാരുടെ വെൽഫെയറുമായി ബന്ധപ്പെട്ടാണ്. സർവീസ് നടത്തുക എന്നുള്ളത് പ്രധാനമാണെങ്കിൽ പോലും ഈ വരുന്ന ജീവനക്കാരുടെ വെൽഫെയർ ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ പല മുൻകാലങ്ങളിൽ തീരെ നമ്മൾ ശ്രദ്ധിക്കാതെ പോയിട്ടുള്ളൊരു വിഷയമാണത്, ജീവനക്കാരുടെ വെൽഫെയർ. അപ്പോൾ പല സ്ഥലത്ത് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നു. അപ്പോൾ ടൈല് മാറ്റാനുണ്ട്, അതുപോലെ തന്നെ പെയിൻറ്റിങ്. വരുന്ന ആളുകളെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ, അത് നമ്മുടെ ജീവനക്കാരെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സമീപനം ഉണ്ടാവണം എന്നാണ് കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകിയത്. തുടർന്ന് അദ്ദേഹം നിലയ്ക്കൽ ഡിപ്പോ സന്ദർശിച്ചു. അത് കഴിഞ്ഞ് അവിടെ ജീവനക്കാരുടെ ഒരു സ്റ്റേ റൂമുണ്ട്. സ്റ്റേ റൂം സന്ദർശിച്ച് വളരെ മോശം അവസ്ഥയിലായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇത്രയും ആളുകൾ ജീവിക്കുന്ന അല്ലെങ്കിൽ താമസിക്കുന്ന ഒരു സ്ഥലം എങ്ങനെ ആയിരിക്കണം എന്നതിനെപ്പറ്റി ഒരു കാഴ്ചപ്പാടില്ലാതെ പോയി എന്നുള്ളത് വളരെ ഖേദകരമാണ്. കാരണം വളരെ വർഷങ്ങളായി നല്ല രീതിയിൽ സർവീസ് നടത്തി വരുന്നുണ്ട്. അപ്പോൾ മിനിസ്റ്റർ വളരെ കർശനമായി തന്നെ അത് നിർദ്ദേശിച്ചു. ഇത് നിർബന്ധമായും പെയിൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ കട്ടിലുകൾ പെയിൻറ്റ് ചെയ്യണം. ഓരോ പോയിൻ്റ് വൈസായിട്ട് അദ്ദേഹം ഓരോ നിർദ്ദേശങ്ങൾ നൽകി. അതിനാവശ്യമായ ഫണ്ട് ഉടനെ തന്നെ അലോട്ട് ചെയ്തു. അദ്ദേഹം പോയി കഴിഞ്ഞ് അന്ന് വൈകുന്നേരം തന്നെ നമ്മൾ ഈ അഡ്വാൻസ് പത്തനംതിട്ടയിൽ നിന്ന് ലഭ്യമാക്കി. നമ്മുടെ ഈ വർക്ക് ഞങ്ങൾ രാത്രി പോയിട്ടാണ് പെയിൻറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത്. 12 മണിക്കാണ് നമ്മൾ തിരിച്ചു വിടുന്നത്. അന്ന് രാത്രി തന്നെ യുദ്ധകാലാടിസ്ഥാനത്തിൽ എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ അന്ന് രാത്രി തന്നെ പ്രവർത്തനം ആരംഭിച്ചു. തൊട്ടടുത്ത ദിവസം കുമളി ഡിപ്പോയിൽ നിന്ന് 7 പേര് അവിടുത്തെ നമ്മുടെ ATO സുരേഷിൻ്റെ നേതൃത്വത്തിൽ എത്തി. അതിൻ്റെ തൊട്ടടുത്ത ദിവസം പല യൂണിറ്റുകളിൽ നിന്ന് ജീവനക്കാർ വന്നു. അടുത്ത ദിവസം സൗത്ത് സോൺ CTO ഉൾപ്പെടെയുള്ള ജീവനക്കാർ വന്നു. അപ്പോൾ ഒരുപാട് ആളുകൾ ഇതിൻ്റെ നല്ല ഒരു സഹകരണം. കാരണം ഇതൊരാളുടെ വ്യക്തിപരമായിട്ടൊരു നേട്ടമല്ല, ഇതൊരു പൊതു കാര്യമാണ്, ഒരു കൂട്ടായ്മയാണ്. അത് നല്ല രീതിയിൽ എല്ലാ ആളുകളും സഹകരിച്ചു. അതിൻ്റെ നേട്ടം നമുക്കിവിടെ നേരിട്ട് തന്നെ കാണാൻ വേണ്ടി കഴിയും.